ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ടാങ്ക് കർദിനാൾ ബെനഡിക്റ്റ് മാപ്പാപ്പയാകുന്നതിന് മുൻപ് കർദിനാളായിരുന്ന കാലത്ത് വത്തിക്കാനിൽ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നത് ടാങ്ക് കർദിനാൾ. യുദ്ധോപകരണങ്ങൾ ഘടിപ്പിച്ച ടാങ്ക് കർദിനാൾ എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയുടെ സമാപനത്തിൽ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ധ്യാനം പ്രസംഗിക്കാൻ പോയിരുന്നു. ഒരേ സമയം ജർമ്മൻകാർക്കും പോളണ്ടുകാർക്കും ആയിരുന്നു ധ്യാനം. ഒരേ സമയത്ത് തന്നെ അവർ തർജ്ജമ ചെയ്യുകയാണ്. ഞാൻ നമ്മുടെ മംഗ്ലീഷ് എന്ന് പറയുന്ന അത്ര കേമമല്ലാത്ത ഇംഗ്ലീഷിൽ പറയുന്നു. ധ്യാനം കഴിഞ്ഞ് അപ്പോൾ അവിടുത്തെ ഒരു മലയാളി സമൂഹമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് വലിയൊരു മലയാളി സമൂഹം അവിടെയുണ്ട്, സുറിയാനി കത്തോലിക്കരുടെ പള്ളി അവിടെയുണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത് അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ അവിടെ ഒരു കുർബാനയ്ക്ക് ചെല്ലാമോ എന്നവിടുത്തെ അച്ഛൻ ചോദിച്ചു, വികാരിച്ചൻ ചോദിച്ചു. അദ്ദേഹം സെമിനാറിൽ എൻ്റെ മുമ്പത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതും എനിക്കറിയില്ലായിരുന്നു, അവിടെ ചെല്ലുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഈ യൂറോപ്യൻസിനുള്ള ധ്യാനം കഴിഞ്ഞ് ഞാൻ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടിയുള്ള പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന അർപ്പിച്ചു, പ്രസംഗം പറഞ്ഞു. അങ്ങനെ കുർബാന കഴിഞ്ഞപ്പോൾ പലരും കാണാൻ വന്നു. അക്കൂട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു, അച്ചോ, എന്താണ് സഭയിൽ നടക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെയായാൽ യുവാക്കളെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ട് സഭയിൽ നിന്ന് വിട്ടുപോകില്ലേ? എന്തൊരു ഇടർച്ചയാണിത്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വളരെ വലിയ ഇടർച്ചയാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ സംഭവിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങൾ യുവാക്കളോടും മുതിർന്നവരോടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങളുള്ളപ്പോൾ അത് പരിഹരിക്കാതെ വീട് വിട്ടിറങ്ങുന്നതാണോ ശരി, അതോ അത് പരിഹരിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിലനിന്ന് ഒരല്പം നാണം കിടന്നതാണോ ശരി? ഇച്ചിരി നാണക്കേടുണ്ടായാലും കുടുംബത്തിനകത്ത് നിന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. അതല്ലേ ചെയ്യേണ്ടത്. ഓടിപ്പോവുകയല്ലോ, പലായനം ചെയ്യുകയല്ലല്ലോ, പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ലല്ലോ ചെയ്യുക. ഞാൻ എനിക്കറിയാവുന്നൊരു കുടുംബത്തെക്കുറിച്ച് പറയാം. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അധികം ത്യാഗം സഹിച്ച വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ പലരും തന്നെ നാണം കെടുത്തി. പറഞ്ഞാൽ വിച്ഛേദിക്കാൻ പറ്റാത്ത വിധത്തിൽ നാണം കെടുത്തി. അദ്ദേഹത്തെക്കുറിച്ച് അച്ഛന്മാരുടെ അടുക്കൽ, വികാരിച്ചന്മാരുടെ അടുക്കൽ, ബന്ധുക്കളുടെ അടുക്കൽ, നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ അദ്ദേഹം മനസാ വാച കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ നാണം കെടുത്തി. വല്ലാതെ അദ്ദേഹം വേദനയ്ക്കൊന്നുണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ആശ്വസിപ്പിക്കാൻ വേണ്ടി. എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ വചനം കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. നാണം കെടുത്തപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയിലല്ല അച്ചോ നാം വിശ്വസിക്കുന്നത്. നാണം കെടുത്തപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയിലല്ലേ അച്ചോ നാം വിശ്വസിക്കുന്നത്. ആ നാണക്കേടിനെയെല്ലാം അവൻ തിരുവുത്ഥാനം കൊണ്ട് തേജസ്സായി മാറ്റിയില്ലേ? നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പല പ്രാവശ്യം കേൾക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ നമ്മൾ ഊറ്റം കൊണ്ടിരുന്നു. സഭയിൽ ഏറ്റവും പൗരാണികമായ നമ്മുടെ കുർബാന, കത്തോലിക്ക സഭയിൽ മറ്റൊരിടത്തും കാണാത്ത നമ്മുടെ തനത് പാരമ്പര്യം, കെട്ടുറപ്പ്, ഭരണരീതി, ഇവയിലെല്ലാം നാം അഭിമാനിച്ചിരുന്നു. ഇപ്പോൾ നാം എല്ലാവർക്കും പരിഹാസ വിഷയമായിരിക്കുന്നു. സത്യം തന്നെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോഴല്ലേ ഈ സഭയിൽ ഉറച്ചു നിൽക്കേണ്ടത്? ഇതിൽ നിന്ന് പുറത്തു പോയാൽ നാം ഈശോയുടെ ശിഷ്യന്മാരാകുമോ? പ്രശ്നമില്ലാത്ത ഒരു കുർബാനയിൽ സംബന്ധിക്കുന്നത് മാത്രമാണോ നമ്മുടെ വിശ്വാസ ജീവിതം? എന്താണ് വിശ്വാസം? യെശയ്യാ 7:9
നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയില്ല. അതാണ് അവിടുത്തെ വചനം. കർത്താവാകുന്ന പാറമേൽ നീ ഉറച്ച നിലപാട് എടുക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയേയില്ല. കർത്താവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുക. ജീവിതത്തിൻ്റെ ഉറച്ച അടിത്തറയായി ദൈവത്തെ സ്വീകരിച്ച് ആ ദൈവത്തിന് മേൽ ജീവിത സൗധം പണിയുക. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാവുക. ഗിരിപ്രഭാഷണത്തിൻ്റെ സമാപനത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്ന അതാണ്. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാവുക. കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ വൻമഴ പെയ്യുന്നു. എറണാകുളം അൽമായ മുന്നേറ്റക്കാർ തുറന്നുവിടുന്ന ശീഷ്മയുടെ നദി കരകവിഞ്ഞൊഴുകുന്നു. എറണാകുളം വിമത വൈദികരുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. അവയെല്ലാം നമ്മുടെ സഭയുടെ മേലും നമ്മുടെ മേലും വന്നലയ്ക്കുന്നു. പക്ഷെ നാം വീണു പോകില്ല. കാരണം നമ്മുടെ സഭാ സൗധം, നമ്മുടെ ജീവിത സൗധം, വിശ്വാസ സൗധം പണിയപ്പെട്ടിരിക്കുന്നത് കർത്താവാകുന്ന പാറപ്പുറത്താണ്. ആരെങ്കിലും സഭ ഉപേക്ഷിക്കുന്നെങ്കിൽ, പള്ളിയിൽ പോകാതിരിക്കുന്നെങ്കിൽ, ഇടർച്ച വന്ന യുവാക്കൾ സഭ വിട്ടൊഴിയുന്നെങ്കിൽ അവർ പാറപ്പുറത്ത് വീട് പണിത ബുദ്ധിമാനായ മനുഷ്യരല്ല. മറിച്ച് മണലിൽ തങ്ങളുടെ വിശ്വാസ ജീവിതം മണലിൽ പണിത ഭോഷനായ മനുഷ്യനാണ്. അവർ വചനം കേൾക്കുന്നില്ല, വചനം ചെയ്യുന്നില്ല, വചനത്തിന് ആഴത്തിലേക്ക് പോകുന്നുമില്ല. ലോകത്തിൻ്റെ ചിന്ത എന്ന മുൾച്ചെടി, സമ്പത്തിൻ്റെ വഞ്ചന എന്ന കാരമുള്ള് അവരിലെ വചനത്തെ ഞെരുക്കിക്കളയുകയാണ്. അവർ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം ചൂടുന്നവരല്ല. വിധക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞല്ലേ, ലോകത്തിൻ്റെ ചിന്ത എന്ന മുൾച്ചെടി, സമ്പത്തിൻ്റെ വഞ്ചന എന്ന കാരമുള്ള് അവരിലെ വചനത്തെ ഞെരുക്കിക്കളയുന്നു. പാറപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോവുകയാണ്, പൊങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ അപ്പുറത്ത് കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന മഹൽ കാര്യങ്ങൾ കാണാൻ കഴിയും. നീ വിശ്വസ്തതയോട് ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയില്ല എന്ന ഹെബ്രായ വചനത്തെ ഗ്രീക്ക് ബൈബിളിലെ സെപ്തുജിന്ത് ബൈബിൾ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല. ഞാൻ രണ്ടും കൂടി ഹീബ്രു പാഠവും സെപ്തുജിന്ത് പാഠവും ഒന്നുകൂടി പറയുകയാണ്. ഹീബ്രു പാഠത്തിൽ പറയാണ്, ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത് യു വിൽ നോട്ട് സ്റ്റാൻഡ് അറ്റ് ഓൾ. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ നിലനിൽക്കുകയില്ല. ഗ്രീക്കിൽ എങ്ങനെയാണ്? ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു ഡു നോട്ട് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത് യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, ഞാൻ അറിയാൻ വേണ്ടി, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നു, വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുന്നു. ഞാൻ ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നത് അറിയാൻ വേണ്ടിയാണ്. അതായത് ശരിയായ അറിവുണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്നാൽ പോരാ, ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോകണം. അപ്പോഴാണ് ഈ മരണം എന്ന പുഴയുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുക. ഭൂമിയിൽ നിന്നാൽ മരണം എന്ന പുഴയുടെ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാം. മരണം എന്ന പുഴയുടെ അപ്പുറത്തുള്ള കാര്യങ്ങളും കൂടി ഗ്രഹിച്ചാലല്ലേ ശരിയായ ഗ്രാഹ്യമാകൂ, മനസ്സിലാക്കലാകൂ, തിരിച്ചറിയലാകൂ. അങ്ങനെ മരണം എന്ന പുഴയുടെ അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പോകണം. അതിന് ദൈവം എന്ന പാറപ്പുറത്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പോവുകയും കാര്യങ്ങൾക്ക് മറ്റൊരു വീക്ഷണകോൺ, മറ്റൊരു പരിപ്രേക്ഷ്യം, ദൂരക്കാഴ്ച നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ദൂരക്കാഴ്ച ഇല്ലാത്തവരാണ് സഭയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി കണ്ടിട്ട് വീണു പോകും എന്നൊക്കെ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. അതായത് സഭയിൽ ഏത് കാലത്താണ് സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാതിരുന്നത്? ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ സഭ എന്ന് പറയുന്നത്, ഇപ്പം റോമായിൽ മർക്കോസ് സുവിശേഷം റോമായിൽ ഒരു 20 കുടുംബങ്ങളായിരിക്കും അവിടുത്തെ സഭ എന്ന് പറയണേ. കൊച്ചു കൊച്ചു കുടുംബങ്ങൾ, കമ്മ്യൂണിറ്റികളായിരുന്നില്ലേ? ഈ കടുകുമണിയുടെ ചെടി പോലെ, കടുകുമണി പോലെ അല്ലെങ്കിൽ കടുകുമണിയുടെ ചെടി പോലെ ചെറിയ കമ്മ്യൂണിറ്റി. അത്രയും ചെറിയ കമ്മ്യൂണിറ്റിയെ ഒരു മഹാവ്യാളി എന്ന പോലെ നിൽക്കുന്ന റോമാ സാമ്രാജ്യമാണ് വിഴുങ്ങാൻ വന്നത്, അല്ലേ? റോമാ സാമ്രാജ്യം മുഴുവൻ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ചെറിയ സഭയ്ക്ക് എതിരായിരുന്നു.
വളരെ ചെറിയ സമൂഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് റോമാ സാമ്രാജ്യമാണോ നിലനിന്നത്, അതോ കത്തോലിക്ക സഭയാണോ? ഈ റോമാ സാമ്രാജ്യം അപ്പാടെ തന്നെ കത്തോലിക്ക സഭയിലേക്ക് വരികയല്ലേ ചെയ്തത്. ഇത് ചരിത്രമല്ലേ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. എന്തേ ചരിത്രത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളാത്ത? പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ സഭ നെടുകെ പിളർന്നു. പാശ്ചാത്യ സഭ പൗരസ്ത്യ സഭ എന്ന് നെടുകെ പിളർന്നു. ദൈവശാസ്ത്ര കാരണങ്ങളുണ്ടായിരുന്നു, അതിനേക്കാളേറെ രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം സഭ നശിച്ചു പോകുമെന്ന് വിചാരിച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം, ജർമ്മനി മൊത്തം, ഇംഗ്ലണ്ട് മൊത്തം, പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് പോയിട്ടുള്ള അമേരിക്ക, പിന്നീട് അപ്പോൾ ഈ രാജ്യങ്ങൾ മുഴുവൻ ഇത് കത്തോലിക്ക സഭ വിഭജിക്കുന്നുവെന്ന് തോന്നി. പ്രൊട്ടസ്റ്റന്റ് സഭ ഇപ്പോൾ കത്തോലിക്ക സഭ വിഴുങ്ങിക്കളയുമെന്ന് തന്നെ നമ്മൾ പേടിച്ചു പോയി. എന്നിട്ട് എന്തുണ്ടായി? പിന്നെ 2 ലോകമഹായുദ്ധങ്ങൾ ഈ 20-ാം നൂറ്റാണ്ടിൽ. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച് അനേകം പേര് നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയി. ഇങ്ങനെ യുദ്ധം അനുവദിക്കുന്ന ദൈവമല്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ പേര് പോയി. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസം പ്രബലമായി. 3-2 രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ പിടിയിലായി. അപ്പോൾ ലോകമഹായുദ്ധങ്ങൾ, ഈ ലോകമഹായുദ്ധങ്ങളൊക്കെ കത്തോലിക്ക സഭയ്ക്ക് എതിരെയുള്ള ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടി. ദൈവം എവിടെ? യുദ്ധങ്ങൾ അനുവദിക്കുന്ന ദൈവം എവിടെ? ഈ നിരീശ്വരന്മാരും യുക്തിവാദികളും ഒക്കെ ഉണ്ടായത് അപ്പോഴാണ്. ഇപ്പോഴും അതിൻ്റെ ഫലമായിട്ട് കമ്മ്യൂണിസം ഉണ്ടായി. ഇപ്പം കമ്മ്യൂണിസം എവിടെയുണ്ട്? ഈ 3-2 രാജ്യങ്ങൾ, ലോകത്തെ 3-2 രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ പിടിയിലായിരുന്നു. ഇപ്പോഴോ? പിന്നെ ഭൗതികവാദമായി. കമ്മ്യൂണിസം പോയി കഴിഞ്ഞപ്പോൾ ഭൗതികവാദം, അതായത് സമ്പത്തുണ്ടെങ്കിൽ ദൈവം വേണ്ട, സമ്പത്തുണ്ടെങ്കിൽ ദൈവം വേണ്ട. അങ്ങനെ കുറേ പേര് ഈ സമ്പത്തില്ലെങ്കിൽ ദൈവം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നവരാണെന്ന് ഓർക്കണേ. ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നവരാണ്. നിങ്ങൾ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരോട് ചോദിച്ചു നോക്കൂ, ശരിയാണോ എന്ന്. പലരും പള്ളിയിൽ പോകാതായി, സഭ വിട്ടുപോയി. ഈശോ ഉണ്ടായിരിക്കാം, ഈശോനെ സ്നേഹിക്കുന്നുണ്ട്, സഭയെ സ്നേഹിക്കില്ല. സഭ എന്ന് പറഞ്ഞാൽ അവർക്ക് മെത്രാന്മാരും അച്ഛന്മാരുമാണ്, അല്ലാണ്ട് കർത്താവ് ഈശോമിശിഹയല്ല. കർത്താവ് ഈശോമിശിഹ സ്ഥാപിച്ച കൂതാശകളല്ല, മെത്രാന്മാരും അച്ഛന്മാരുമാണ് ഈ പറയുന്നത്. അവർക്ക് സഭ എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന കാര്യമൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് സഭ ആകെ പാപികളാണ്, സഭ ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് സഭയിൽ ഞങ്ങൾ പുറത്തു പോകുകയാണ്, ഞങ്ങൾക്ക് സഭ വേണ്ട. പള്ളികൾ പലതും പൂട്ടാൻ തുടങ്ങി, പല പള്ളികളും ബാറുകളാക്കി, പല പള്ളികളും മ്യൂസിയങ്ങളാക്കി. എന്നിട്ടും കത്തോലിക്ക സഭ ഏതെങ്കിലും ഒരു വിശ്വാസ സത്യത്തിൽ മാറ്റം വരുത്തിയോ? ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൽ മാറ്റം വരുത്തിയോ? അതിൻ്റെ ഏതെങ്കിലും കൂതാശകളിൽ മാറ്റം വരുത്തിയോ? എന്തേ? ഇങ്ങനെ ആളുകളെല്ലാം പള്ളിയിൽ വരാതായി, പള്ളികൾ പൂട്ടിപ്പോയി, മ്യൂസിയങ്ങളാക്കി, ബാറുകളാക്കി എന്ന് വിചാരിക്കുക. കുറേ അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ടും എന്തേ സഭ ഇതൊന്നും മാറ്റാത്തത്? സഭയുടെ നിലപാടുകൾ എന്തുകൊണ്ട് മാറ്റുന്നില്ല? യാഥാസ്ഥികമായതുകൊണ്ടാണോ? അല്ല, മറിച്ച് അത് കർത്താവിൽ നിന്ന് വരുന്നത് കൊണ്ട്. അത് കർത്താവിൽ നിന്ന് വരുന്നത് കൊണ്ട്. കർത്താവിൽ നിന്ന് കിട്ടിയത് ഉപേക്ഷിക്കാൻ സഭ തയ്യാറല്ല. ആർക്കൊക്കെ വേണമെങ്കിലും പോകാം, ആർക്കൊക്കെ വേണമെങ്കിലും പോകാം, പള്ളികൾ പൂട്ടാം. പക്ഷേ കർത്താവിൽ നിന്ന് കിട്ടിയ പരിശുദ്ധ സംഗതി ഉപേക്ഷിക്കാൻ കത്തോലിക്ക സഭ തയ്യാറല്ല. മറിച്ച് പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഭ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറയുമ്പോൾ ഈ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച അവരോട് ഞാൻ പറയാണ്, സഭാ നേതൃത്വത്തിൻ്റെ കഴിവുകേടിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവരുടെ ക്രൂരമായ മൗനവും വകതിരിവില്ലാത്ത സമീപനങ്ങളും അഴകുഴമ്പൻ രീതിയും നമ്മെ രോഷം കൊള്ളിക്കുന്നു. അത് പക്ഷേ അവരോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാകാതെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കട്ടെ. ഈ വാക്കുകൾ നിങ്ങൾ അനേക പ്രാവശ്യം വായിക്കണം കേട്ടോ. അത് സഭാ നേതൃത്വത്തോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാകാതെ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കട്ടെ നമ്മുടെ രോഷം. അതേസമയം സഭാംഗങ്ങൾക്കും തുല്യമായ ഉത്തരവാദിത്തമില്ലേ? ഈ സഭാ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തം പോലെ തന്നെ ഉത്തരവാദിത്തമില്ലേ സഭാംഗങ്ങൾക്ക്? സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരാണ്, വൈദികരാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണോ? നമ്മൾ ക്രിസ്ത്യാനികളെ വിശ്വാസികൾ എന്ന് മാത്രമല്ലല്ലോ വിളിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ വിളിക്കുന്നത് ശിഷ്യന്മാർ എന്നാണ്. നിങ്ങൾ പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ എന്നല്ലേ ഗുരു പറഞ്ഞത്?
അപ്പോൾ ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ എത്രയോ എത്രയോ ആയിരങ്ങളാണ് അൽമായരാണ് സഭയെ നെഞ്ചേറ്റുകയും സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, സഭയുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ സഭയുടെ തനതായ ദൈവശാസ്ത്രത്തിന് വേണ്ടി 365 ദിവസവും 24 മണിക്കൂറും ചെലവഴിക്കുന്നത്. ഇവയെല്ലാം കാണാതെ വിമതരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം കാണുന്നവരായാൽ, ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുന്നവരായാൽ നമുക്ക് സഭ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കർത്താവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നും തിരിച്ചറിയാൻ കഴിയില്ല. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അവനോടൊപ്പം പോകാം എന്ന് പറഞ്ഞ തോമായുടെ മക്കളല്ലേ നാം? മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ക്രിസ്തുവിനോടൊപ്പം, അവൻ്റെ സഭയോടൊപ്പം പോകാം എന്ന് പറഞ്ഞ തോമായുടെ മക്കളല്ലേ നാം? അങ്ങനെ ആയിരിക്കട്ടെ. ആ യുവാക്കൾക്ക് ഞാനൊരു ദർശനം കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്കൊന്ന് കടക്കാം. ടാങ്ക് കർദിനാൾ എന്ന് പറയാനുണ്ടായ സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കാലികമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മാർപ്പാപ്പയാകുന്നതിന് മുൻപ് ബെനഡിക്ട് മാർപ്പാപ്പ വിശ്വാസ ദർശനത്തിൻ്റെ തലവനായിരുന്ന സമയത്ത് അദ്ദേഹം വത്തിക്കാനിലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വരുമ്പോൾ തന്നെ ആളുകൾ നിശബ്ദരാകും. ചെറിയൊരു പേടിയുണ്ടായിരുന്നു അദ്ദേഹത്തെ. രഹസ്യമായിട്ട് അടക്കം പറഞ്ഞിരുന്നത് ടാങ്ക് കർദിനാൾ വരുന്നു എന്നാണ്. അതായത് യുദ്ധത്തിന് ടാങ്കില്ലേ, യുദ്ധം ചെയ്യുമ്പോൾ ടാങ്ക്, ആ ടാങ്ക് വരുന്ന പോലെ ഇത്രയും സൗമ്യനായ മനുഷ്യനെയാണ് ഇവർ ടാങ്ക് കർദിനാൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ടാങ്ക് കർദിനാൾ എന്ന് വിളിച്ചത്? ഈ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയ്ക്ക് പോലും ഒരല്പം പേടിയുണ്ടായിരുന്ന ഒരാളാണ് ഈ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ എന്ന് പറഞ്ഞ് പിന്നീട് ബെനഡിക്ട് മാർപ്പാപ്പയായത്. അതായത് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ആഴ്ചയിലൊരിക്കലാണ് ഇവർ രണ്ടുപേരും കണ്ടിരുന്നത്, വിശ്വാസ സംഘത്തെ തലവനും മാർപ്പാപ്പയും. അല്ലാത്ത സമയത്ത് ഒരുപാട് കർദിനാൾമാരെ കാണുകയും മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ മാർപ്പാപ്പയുടെ മുമ്പിൽ മറ്റ് കർദിനാൾമാർ പല നിർദ്ദേശങ്ങളും പരിപാടികളൊക്കെ വയ്ക്കും. പക്ഷെ അതെല്ലാം ഈ ജോസഫ് റാറ്റ്സിംഗർ എന്ന കർദിനാൾ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞിട്ട് കാര്യമാണ്, ആ റാറ്റ്സിംഗർ എന്ത് പറയാവോ, നിങ്ങൾ പറഞ്ഞ നിർദ്ദേശമെല്ലാം കൊള്ളാം, ആ റാറ്റ്സിംഗർ എന്ത് പറയാവോ? അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഒരല്പം പേടി ഉണ്ടായിരുന്ന വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അത് ജോസഫ് റാറ്റ്സിംഗർ ആണ്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ടാങ്ക് കർദിനാൾ എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പയെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ട്? കളിയാക്കി വിളിച്ചിരുന്നതാണ്. എന്തുകൊണ്ട്? ഒന്ന്, അദ്ദേഹം ഒരു ഗോസിപ്പുകൾക്കും നിൽക്കില്ല. കൂട്ടം കൂടി നിന്നിട്ട് വർത്തമാനം പറയാനും മറ്റുള്ള കുറ്റപ്പെടുത്താനും അദ്ദേഹം നിൽക്കില്ല. രണ്ട്, വെറുതെ നേരം കളയില്ല. ഓരോ മിനിറ്റ് എൻ്റെ ജീവിതത്തെ അടുത്തറിയുന്നവരെന്താ പറയണത്? ഐ കൗണ്ട് ദ സെക്കൻഡ്സ് എന്നാണ്. എൻ്റെ ജീവിതത്തെ അടുത്തറിയുന്നവർ പറയുന്നത് ഐ കൗണ്ട് ദ സെക്കൻഡ്സ്. ഞാനിങ്ങനെ സെക്കൻഡുകളാണ് എണ്ണുന്നത്, നിമിഷങ്ങളല്ല, സെക്കൻഡുകൾ. നിങ്ങൾ സെക്കൻഡുകൾ എണ്ണി നോക്കിയാൽ എന്തുമാത്രം സമയമാണ്. ഞാൻ ചെറുപ്പം മുതൽ എന്നെ അറിയാവുന്നവർ പറയുന്നതാണ്, ഒരു 35 വയസ്സായപ്പോൾ എന്നോട് പറഞ്ഞത് 350 വർഷം ജീവിച്ച പോലെയാണെന്നാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 20 പേര് വർക്ക് ചെയ്യുന്നത്, അത്രത്തോളം വർക്ക് ചെയ്യാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ്, മറ്റു പല കാര്യങ്ങളുണ്ട്. ഞാൻ എന്നെ തന്നെ ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സമയം കളയില്ല, ഐ കൗണ്ട് ദ സെക്കൻഡ്സ്. ഇത് ബെനഡിക്ട് മാർപ്പാപ്പയെക്കുറിച്ച് എന്നെക്കാളും കൂടുതൽ സത്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഏതാണ്ട് സഭ നിന്ന് കത്തുന്ന പോലെയാണ്. ഒരു വശത്ത് പുറത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സഭ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ അവരെ ചെറുക്കാനായിട്ട് കാര്യം നോക്കുന്നു. പക്ഷെ സഭയ്ക്കുള്ളിലും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, വളരെ വലിയ പ്രശ്നങ്ങൾ. അതായത് പൊട്ടിത്തകർന്ന് പോകാം എന്ന മട്ടിൽ കാര്യങ്ങൾ, നിരീശ്വരത്വം, കമ്മ്യൂണിസം, ഭൗതികവാദം, വിമോചന ദൈവശാസ്ത്രം, ലിറ്റർജിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുക്കടലിലാണ് സഭ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാം ലോകമഹായുദ്ധം, അങ്ങനെയുള്ള മറ്റ് പുറത്തുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇവയെല്ലാം ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അകത്ത് ഈ പൊട്ടിപ്പൊളിയാൻ പക്കത്തിൽ ആയിരിക്കുന്ന സഭയെ പൊളിഞ്ഞു പോകാതെ നോക്കിയ ആ മഹാകപ്പിത്താനാണ് വാസ്തവത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ. അപ്പോൾ ഈ മാർപ്പാപ്പ സഭാ തലവൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ സഭയ്ക്കുള്ളിൽ മാർപ്പാപ്പയല്ല, മറിച്ച് ഈ ജോസഫ് റാറ്റ്സിംഗർ എന്ന കർദിനാളാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതും നയിച്ചിരുന്നതും. മാർപ്പാപ്പയുടെ ഒട്ടും വില കുറയ്ക്കാതെ തന്നെ ഞാൻ പറയുകയാണ്, കാരണം അവർ തമ്മിൽ അത്ര അടുപ്പായിരുന്നു. എങ്കിലും ഈ ജോസഫ് റാറ്റ്സിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പോകാൻ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല.
ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് അറിയാമോ? ഈ സഭാ നേതൃത്വം അത് അവർ ചെയ്യട്ടെ, ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തതാണ്. അവരുടെ എന്തെല്ലാം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് എന്ന് നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലാകുള്ളൂ, ഇപ്പം മനസ്സിലാകില്ല. അപ്പോൾ സഭാ നേതൃത്വം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്ക് അതിന് താഴെയുള്ളവർക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാത്രം സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം മാത്രമല്ല, അതിന് താഴെയുള്ള ഒരു കർദിനാളായിരുന്ന ജോസഫ് റാറ്റ്സിംഗറാണ് സഭയെ സംരക്ഷിക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, സഭയുടെ കേടുപാടെല്ലാം പോക്കി ഈ തുഴയാൻ പാകത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനാക്കിയത് ബെനഡിക്ട് മാർപ്പാപ്പയാണ്. ഞാൻ ഈ തുഴഞ്ഞാൽ മതി എന്ന് പറഞ്ഞേ. നമുക്ക് ഇങ്ങനൊരു ദൗത്യമുണ്ട്. ഈ ടാങ്ക് കർദിനാളെന്ന് ജോസഫ് റാറ്റ്സിംഗർ വിളിച്ചതുപോലെ നമുക്ക് ചില റോളുണ്ട്. ഉന്നതത്തിലിരിക്കുന്നവർ, മാർപ്പാപ്പയെ പോലുള്ളവർ സഭാ നേതൃത്വത്തിലൂടെ അവർ കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്ക് പക്ഷേ ഈ സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ചെറിയ പങ്ക് നമ്മൾ വഹിക്കുകയാണ് ഈ യൂട്യൂബ് വീഡിയോയിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും. നമുക്ക് ചെയ്യണം ചെയ്താൽ മതി, അവർക്ക് ചെയ്യണം അവർ ചെയ്യും, ബാക്കി ദൈവം ചെയ്യും. അതിനാൽ പ്രത്യാശ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുക. ഈ ടാങ്ക് കർദിനാൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പേടിയുണ്ടായിരുന്നത് പറഞ്ഞതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നവരും നിങ്ങൾ കമൻ്റ് ഇടുന്നതും നമ്മൾ പറയുന്ന കാര്യങ്ങളും അത് സഭയെ പൊട്ടിപ്പൊളിഞ്ഞു പോകാതെ നിലനിർത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ടും നമ്മെക്കുറിച്ചും ഇങ്ങനെ ആക്ഷേപം പറയും. ടാങ്ക് മാണിപ്പറമ്പിലെന്നോ ടാങ്ക് കർദിനാളെന്നോ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ അവർ കുറ്റപ്പെടുത്തും. അവർക്കൊരു ചെറിയൊരു പേടി ഉണ്ടാകും. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേടിപ്പിക്കുന്ന സംഗതിയാണല്ലോ, അതുണ്ടാകും. പക്ഷെ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി അല്ല അത് ചെയ്യുന്നത്. നമുക്ക് ഒറ്റ താല്പര്യമുള്ളൂ, കർത്താവും കർത്താവിൻ്റെ സഭയും. അങ്ങനെ ഈ കർത്താവിൻ്റെ സഭയും എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് നമുക്ക് പോകാം. ഒരു മിനിറ്റ് പോലും കളയാതെ, ഒരു ഗോസിപ്പുകൾക്കും ചെവി കൊടുക്കാതെ, ഒരു ഗോസിപ്പുകൾക്കും നമ്മൾ ഗോസിപ്പുകളും പ്രചരിപ്പിക്കാതെ നമുക്ക് കർത്താവിൻ്റെ സഭ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാം. ബന്ധപ്പെട്ടവരൊക്കെ ഇത് കേൾക്കുകയും അവർ ഇതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.